കഴിഞ്ഞ 4 വർഷമായി സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ. പരമ്പരയിലൂടെ നായകനായി തിളങ്ങി പ്രേക്ഷക മനസ്സുകളിൽ മുഴുവൻ ഇടം നേടിയ നടനാണ് പ്രബിൻ. പ്രബിൻ എന്ന പേരിനപ്പുറം കഥാപാത്രത്തിന്റെ പേരായ വിഷ്ണുവേട്ടനിലൂടെയാണ് ആരാധകർക്കെല്ലാം അദ്ദേഹം പ്രിയപ്പെട്ടവനായത്. അടുത്തിടെയാണ് പ്രബിൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്ന ഈ പുഴയും കടന്ന് എന്ന പുത്തൻ സീരിയലിലേക്ക് എത്തിയത്. റേറ്റിംഗിൽ അതിവേഗം തന്നെ മുന്നിലേക്കെത്തിയ ഈ പരമ്പരയിൽ കുടുംബശ്രീ ശാരദയിൽ ഒപ്പം അഭിനയിക്കുകയും സുസ്മിത എന്ന കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഹരിത നായരുമുണ്ട്. ഇനി കുടുംബശ്രീ ശാരദയിൽ വല്ലപ്പോഴുമൊക്കെ ഷൂട്ടുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന അറിയിപ്പിനെ തുടർന്നാണ് ഹരിത ഈ പുതിയ സീരിയലിലേക്ക് ജോയിൻ ചെയ്തത്. എന്നാൽ പുതിയ പരമ്പരയിലേക്ക് പ്രബിൻ എത്തിയതിന് പിന്നാലെ കുടുംബശ്രീ ശാരദയിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. ഈ പിന്മാറ്റത്തിൽ അതീവ ഞെട്ടലിലാണ് ആരാധകരുള്ളത്. തുടർന്ന് ഫാൻസ് പേജുകൾ നിറയെ പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണുവേട്ടന്റെ മിസ്സിങ്ങുമാണ്. പ്രബിൻ വേൾഡ് എന്ന ഇൻസ്റ്റഗ്രാം ഫാൻസ് പേജിൽ നിരവധി പേരാണ് അതീവ ദുഃഖത്തോടെ കമന്റുകൾ പങ്കുവച്ചിട്ടുള്ളത്. ഏട്ടനില്ലാത്തതുകൊണ്ട് സീരിയൽ വെരി ബോർ. ഏട്ടൻ എപ്പോഴാണ് ഇനി വരിക? മിസ് യു പ്രബിനേട്ട. ഞങ്ങൾക്ക് എന്നും ആ വിഷ്ണുവേട്ടൻ മതി. എത്രയും വേഗം തിരിച്ചു വന്നാൽ ആ സീരിയൽ കണ്ടു തുടങ്ങും. ഇല്ലെങ്കിൽ ആ ചാനൽ തുറന്നു നോക്കില്ല. ഒന്നും മിണ്ടാതെ അങ്ങ് പോയല്ലോ വിഷ്ണു. വിഷ്ണു ഉള്ളതുകൊണ്ടാണ് സീരിയൽ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ കാണാറേയില്ല എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ മിസ് യു ഓൾ എന്ന കമന്റുമായി പ്രബിൻ എത്തിയത്. അപ്പോഴും പരമ്പരയിലേക്ക് ഇനി തിരിച്ചെത്തുമോ, സാധ്യതയുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് തുടങ്ങി ആരാധകരുടെ 100 കൂട്ടം ചോദ്യങ്ങൾക്ക് പ്രബിൻ മറുപടി നൽകിയിട്ടില്ല. അതുമാത്രമല്ല, വിഷ്ണു പങ്കുവച്ച വീഡിയോകൾക്ക് താഴെയും ചോദ്യങ്ങളും പരിഭവങ്ങളുമായി ആരാധകർ എത്തിയിരുന്നു. അവരോടെല്ലാം സ്നേഹം അറിയിച്ചുള്ള മറുപടികൾ മാത്രമാണ് വിഷ്ണു നൽകിയിട്ടുള്ളത്. പുതിയ സീരിയലിലേക്ക് പ്രധാന കഥാപാത്രമായി പ്രബിൻ എത്തിയതിനാൽ തന്നെ വിഷ്ണുവേട്ടനെ ഉപേക്ഷിക്കുവാൻ താരം തയ്യാറാകുമോ എന്ന സംശയം നേരത്തെ തന്നെ ആരാധകർ ചോദിച്ചു തുടങ്ങിയിരുന്നു. അടുത്തിടെയാണ് വിഷ്ണു എന്ന കഥാപാത്രത്തിന് പ്രബിന് മികച്ച നടനുള്ള അടൂർ ഭവാനി, അടൂർ പങ്കജം അവാർഡ് ലഭിച്ചത്. ഏവരും സ്നേഹത്തോടെ സ്വീകരിച്ച സീരിയൽ കുടുംബശ്രീ ശാരദയിൽ നായക കഥാപാത്രം അവതരിപ്പിച്ചാണ് അദ്ദേഹം ഈ അംഗീകാരം നേടിയതും. സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ ഇടയ്ക്ക് പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും ജനപ്രിയ സീരിയലുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. അതേസമയം പ്രബിൻ കുടുംബശ്രീ ശാരദയിലേക്ക് തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സാധാരണ സീരിയൽ താരങ്ങൾ 2 or 3 പരമ്പരകളിൽ അഭിനയിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഡേറ്റ് ക്ലാഷ് ആവാതെ നൽകുകയാണ് പതിവ്. എന്നാൽ ഈ 2 പരമ്പരകളിലും മുഖ്യ കഥാപാത്രമായിട്ടാണ് പ്രബിൻ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡേറ്റിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുടുംബശ്രീ ശാരദയിൽ നിന്നും നടൻ മാറി നിൽക്കുന്നത് എന്നാണ് വിവരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.